ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് രേഖപ്പെടുത്തുന്നത് വൗച്ചറുകൾ വഴിയാണ്. പ്രധാനമായിട്ടുള്ള വൗച്ചറുകൾ ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ജേണൽ വൗച്ചർ, കോൺട്രാ വൗച്ചർ എന്നിവയാണ്. നമുക്ക് വന്നിട്ടുള്ള ഒരു ചിലവ് വൗച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് പേയ്മെൻറ്റ്. ക്യാഷ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഫ്രം, ഏത് ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്നത് തിരഞ്ഞെടുക്കാനാണ് പേയ്മെൻറ്റ് ഫ്രം. സാധാരണ കേസിൽ ഒരു ക്യാഷ് അക്കൗണ്ടേ ഉള്ളൂ എങ്കിൽ ആ ക്യാഷ് അക്കൗണ്ട് തന്നെയായിരിക്കും. ഒന്നിൽ കൂടുതൽ ക്യാഷ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏത് ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണെന്ന് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഏത് അക്കൗണ്ട് വഴിയാണ് നമ്മുടെ എക്സ്പെൻസ് രേഖപ്പെടുത്തുന്നത്. ഒന്നുകിൽ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ ഉദാഹരണത്തിന് റെൻ്റ് എക്സ്പെൻസ് ആണെങ്കിൽ റെൻ്റ് എക്സ്പെൻസിൽ സെലക്ട് ചെയ്തു. എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നരേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നരേഷൻ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്യണം. അതിന് മുമ്പ് ഒരു കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോസ്റ്റ് സെൻറ്റർ ബേസ്ഡ് ആണ് നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ മാത്രമേ അവിടെ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. വൗച്ചർ സേവ് ചെയ്യാം. അത് വൗച്ചർ ലിസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ വൗച്ചർ ലിസ്റ്റിൽ പേയ്മെൻറ്റ് ടു റെൻ്റ് എക്സ്പെൻസ് 5000 കാണാം. അത് സെലക്ട് ചെയ്താൽ അത് എഡിറ്റ് മോഡിലെത്തും. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ PDF ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് PDF ഫോർമാറ്റ് കിട്ടും. അത് നമുക്ക് സെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ വൗച്ചറിൻ്റെ മുകളിൽ നമുക്ക് ചേഞ്ചസ് വരുത്താം. ചേഞ്ചസ് വരുത്തിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്താൽ മതി.